എൻ്റെ ഒരു ക്ലയൻറ്റ് എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഈ കുട്ടി എന്നെ കാണാൻ വരുന്നത്, ആ കുട്ടിക്ക് ഒരു ബ്രേക്കപ്പ് ഉണ്ടായി. എന്തുകൊണ്ടോ ആ കുട്ടിക്ക് ആ ബ്രേക്കപ്പിന് ഓവർകം ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഹിപ്നോസിസിൽ പോയിട്ട് അതിനെ എക്സ്പ്ലോർ ചെയ്തപ്പോൾ മനസ്സിലായി, ഷി വാസ് എൻടാങ്കിൾഡ് വിത്ത് ദ ഐഡിയ ദാറ്റ് ഞാൻ ഒരു പുരുഷനെ മാത്രം സ്നേഹിക്കാൻ പാടുള്ളൂ. ഷി വാസ് കണ്ടീഷൻ ടു ബിലീവ് ദാറ്റ് ഞാൻ ഒരാളെ മാത്രം കല്യാണം കഴിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ അയാൾ എത്ര ടോക്സിക് ആയിട്ടും ഈ കുട്ടിക്ക് ഇയാളെ വിട്ടിട്ട് പോവാനോ അല്ലെങ്കിൽ ഇയാളെ ബ്രേക്കപ്പ് ആയി രജിസ്റ്റർ ചെയ്യാൻ പോലും ആ കുട്ടിക്കൊട്ടും സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കുട്ടിക്ക് പല രീതിയിലും ഹെൽപ്പ് ചെയ്യാൻ സഹായിച്ചു. ഈ ഒരു മനുഷ്യൻ തൻ്റെ ലൈഫിന് ഒട്ടും ബെനിഫിഷ്യൽ അല്ല, താൻ ഇനിയും ഡിപ്രസ്ഡ് ആവാൻ ചാൻസ് ഉള്ളൂ, അത്രയും എൻടാങ്കിൾഡ് ആയിരുന്നു ആ കുട്ടി. അങ്ങനെ ഇരിക്കെ ഏതൊരു സെഷനിൽ ഷീ റിയലൈസ്ഡ് ദാറ്റ് ദിസ് വാസ് എ കണ്ടീഷൻ ഗിവൺ ബൈ ഹെർ ഓൺ ഗ്രാൻഡ് മദർ. ബിക്കോസ് ചെറുപ്പകാലത്ത് ആ കുട്ടിയുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ ജീവിച്ചത്. ആൻഡ് ബിക്കോസ് ഓഫ് ഹെർ ലവ് ആൻഡ് ലോയൽറ്റി ഈ കണ്ടീഷൻ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പേരൻസിനും എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ മുന്നിൽ ഒട്ടും ഒബീഡിയൻ്റ് അല്ലാത്തൊരു ചൈൽഡായി മാറും. അത് കാരണം അവർക്ക് എന്നെ ഇഷ്ടമില്ലാണ്ടാവുന്നുള്ള പേടിയിൽ നിന്നാണ് ഈ എൻ്റയർ സ്റ്റോറി നറേഷൻ ആ കുട്ടി ഹോൾഡ് ചെയ്യുന്നത്. ദ മൊമെൻറ്റ് ഷീ റിയലൈസ്ഡ് ഈ കണ്ടീഷൻ എൻ്റെ അല്ല, എനിക്ക് ബെനിഫിഷ്യൽ അല്ല, ഇതെൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ബിലീഫ് സിസ്റ്റമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അത് ഹിപ്നോസിസിൽ പോയിട്ട് നമ്മൾ ആ ബേർഡൻ, ആ ജനറേഷണൽ പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ മാത്രമല്ല, ഇന്ന് ആ കുട്ടി സക്സസ്ഫുള്ളി ഒരു നല്ല റിലേഷൻഷിപ്പിൽ അയാളെ മ്യൂച്വലി റെസ്പെക്റ്റ് ചെയ്യുന്ന, അയാളെ മനസ്സിലാക്കുന്ന സ്പേസിലേക്ക് എത്തുകയും ചെയ്തു.